വിശേഷം ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. സൂരജ് ടോം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ക്രാഫ്റ്റ് അറിയുന്ന ഡയറക്ടറാണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ഈ സിനിമ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ബാക്കി സിനിമകൾ കാണാതെ ഈ സിനിമ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കും ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് അല്ലെങ്കിൽ ടീമിനെയൊക്കെ പരിചയപ്പെടുന്ന എഴുത്തുണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്ക് ഒരു വിഷനുണ്ട്. അത് എന്താണ് പുള്ളിയുടെ ക്രാഫ്റ്റ് എന്നുള്ളത്. കാരണം ഭയങ്കര വ്യത്യസ്തമായിട്ടും ഭയങ്കര നമുക്ക് ക്യാച്ചി ആയിട്ടുള്ള രീതിയിലാണ് അവിടം തൊട്ടേ തുടങ്ങുന്നത്. അപ്പോഴേ നമ്മൾ ഇന്നാവും, വേറൊന്നും കൂടുതൽ വേണ്ട. പിന്നെ ഈ സിനിമ ഒരു ഫീൽ ഗുഡ് ആയിരിക്കും എന്നുള്ളതിൻ്റെ ട്രെയിലറും പാട്ടുകളും ഒക്കെ കേട്ടപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. സിനിമ 2 മണിക്കൂർ 16 മിനിറ്റാണ്. ആ ഡ്യൂറേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് കൂടുതലാണ്, നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയ സബ്ജക്റ്റ് സംസാരിക്കുന്ന സിനിമ, അധികം കൂടുതൽ ആക്ട്സ് ഒന്നും അതിൽ വരുന്നുമില്ല. അപ്പോൾ അതൊരു 1.25 to 2 മണിക്കൂറായിരുന്നു ഇതിൻ്റെ ഡ്യൂറേഷൻ ആപ്റ്റ്. അത് കുറച്ച് വലിഞ്ഞു പോയി, അത് ഭയങ്കര സത്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല മേക്കിംഗ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ സ്ക്രിപ്റ്റ് ഒരു സബ്ജക്റ്റ് കൊള്ളാം, പക്ഷേ ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ് അങ്ങനത്തെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ല, ഈ 2.5 മണിക്കൂർ ഉള്ളത് തന്നെ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. കുറേ കട്ട് ചെയ്ത് കളയാറ് കുറേ സീൻസ്. പക്ഷേ ലൈഫില്ലാത്തൊരു സ്ക്രിപ്റ്റ് അല്ല. ക്യാരക്ടേഴ്സിനെയും നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ സൈഡ് റോൾസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും, സപ്പോർട്ടിങ് റോൾസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും. പിന്നെ ഇതിന് ആപ്റ്റ് ടൈറ്റിലാണ്. ഈ സിനിമയ്ക്ക് ഇതിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല. പെർഫോമൻസസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ റൈറ്റർ തന്നെയാണ് ഇതിൻ്റെ ഹീറോ ആനന്ദ്. എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. സൗണ്ട് അടിപൊളി സൗണ്ടാണ്. പുള്ളിയുടെ തന്നെ സൗണ്ടാണോ ഡബ് ചെയ്താണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ക്യാച്ചി ആയിട്ടുള്ള സൗണ്ട്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സൗണ്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നും. ചിന്നു ചാന്ദ്രി നമുക്കറിയാം അടിപൊളി ആക്ട്രസ്സാണെന്നുള്ളത്, അതിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേരുണ്ട്. അൽത്താഫിനെ എടുത്തു പറയണം. കുറച്ചുള്ളെങ്കിലും വരുന്ന ഭാഗത്തൊക്കെ 1 ലൈനേഴ്സ് കൊണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ല ഫീലുള്ള മൂമെൻറ്റ്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആസ് എ ഹോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു മീഡിയോക്കറാണ്. ഇപ്പോൾ ഒരു 10 സാധനങ്ങൾ എടുത്തു വെച്ചാൽ അതിലൊരു 4 എണ്ണം ഇതിൽ ഭയങ്കര ഫീലുള്ളതായിരിക്കും. പക്ഷേ ബാക്കി 6 എണ്ണം, അതിലൊരു 3 എണ്ണത്തിന് ഫീല് കാണത്തില്ല. ബാക്കി 3 എണ്ണം ഈ അനാവശ്യമായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഡ്യൂറേഷൻ്റെ കൂടെ അങ്ങ് വിട്ടുപോകുന്ന സാധനം, അതും എടുത്ത് കളയാമെന്ന് തോന്നി. അങ്ങനത്തെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സിനിമയുടെ. അതൊന്ന് പരിഹരിച്ച്, ഈ ലെങ്ത് ഒന്ന് പരിഹരിച്ച് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്നായാനും. അപ്പോൾ ഈ ലെങ്ത് കുടുംബത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇമോഷണൽ കണക്ഷൻ കുറയും. അതാണ് പ്രശ്നം. കാരണം നന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന സീൻ വന്നിട്ട് പിന്നെ ഒരു 2 സീൻ അങ്ങനെ വന്നിട്ട് ബാക്കി ഒരു 3 സീൻ അങ്ങനെ അല്ലേ, നമുക്ക് ആ 2 സീൻ നമ്മൾ മറന്നു. അതാണ് ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു രീതിയിൽ ഒരു മോശം സിനിമ, അല്ലെ ഒരു കൂതറപ്പടം എന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സിനിമകൾ കാണാറുണ്ട് മലയാളത്തിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാഗത്തും നമുക്ക് തോന്നത്തില്ല. ക്വാളിറ്റിയുള്ള സിനിമയാണ്. പക്ഷേ എഴുത്ത് ശ്രദ്ധിക്കായിരുന്നു, ഡ്യൂറേഷൻ ശ്രദ്ധിക്കായിരുന്നു. കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി ആയതിനെ ഉറപ്പായിട്ടും. ഇപ്പോൾ എനിക്കൊരു ആവറേജ്, അല്ലെ ജസ്റ്റ് ഒരു എബോവ് ആവറേജ് ആ ഒരു ഫീലാണ് കിട്ടിയത് ഈ സിനിമയിൽ നിന്ന്. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2.75 out of 5 ആണ്.